ഏതാണ്ട് 80 വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരിയിലേക്ക് കുടിയേറിയ ഒരു കുടിയേറ്റ സമൂഹത്തിന്റെ ഇടവക കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാടപ്പള്ളി ചെറുപുഷ്പ ദേവാലയം. ആയിരത്തി 1775-80 കാലഘട്ടങ്ങളിൽ അങ്കമാലി കുറവിലങ്ങാട് പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ഇവിടത്തെ മാർത്തോമാ സുറിയാനി ക്രിസ്ത്യാനികൾ. അക്കാലത്ത് ഇവിടെ പള്ളിയുണ്ടായിരുന്നില്ല. ചങ്ങനാശ്ശേരി പള്ളിയിലും തുരുത്തിപ്പള്ളിയിലുമാണ് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് കുറുമ്പനാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ 1931 വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ ഷെഡിൽ നിന്നാണ് ഇടവക ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് കാണുന്ന ദേവാലയത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന ഇടവക ദേവാലയം പഴയ അവസ്ഥയിലേക്ക് ആയപ്പോഴാണ് ഈ നവീന ദേവാലയം ഇവിടെ നിർമ്മിച്ചത്. 1999 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന ജോസഫ് പവ്വത്തിൽ പിതാവാണ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. 2003 ജനുവരി 16 ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പിതാവാണ് ദേവാലയത്തിന്റെ കൂദാശാകർമ്മം നിർവഹിച്ചത്. വിശ്വാസ തീഷ്ണത നിറഞ്ഞ ഇടവക സമൂഹത്തിന്റെ ഈ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാടപ്പള്ളി ദേവാലയത്തിന്റെ ഉൾഭാഗം പ്രാർത്ഥന നിർഭരമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയായതുകൊണ്ട് തന്നെ മദ്ബഹയും ഹൈക്കലയും ചുവന്ന വിരികൊണ്ട് വേർതിരിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ചുവന്ന വിരിക്കപ്പുറം മനോഹരമായ അൾത്താരയും മുകളിൽ ഉദ്യതനായ യേശുവിന്റെ മനോഹരമായ ഒരു ചിത്രീകരണവും നമുക്ക് കാണാം. മദ്ബഹയുടെ വലതുവശത്ത് വിശുദ്ധ സക്രാരിയും ഇടതുഭാഗത്ത് യേശുവിന്റെ ജ്ഞാനസ്നാനത്തിന്റെ മനോഹരമായ ചിത്രീകരണവും നമുക്ക് കാണാം. അതുപോലെ തന്നെ ദേവാലയ മധ്യസ്ഥയായ വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ മനോഹരമായ ഒരു രൂപം ഇവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇടവകയുടെ പ്രത്യേകതകളും സവിശേഷതയും ചെറിയ ബഹുമാനപ്പെട്ട വികാരി ജേക്കബ് ചീരംവേലിലച്ചന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. 800-ലധികം കുടുംബങ്ങള് 8 വാർഡുകളിലായിട്ട് 25 കുടുംബ കൂട്ടായ്മകളായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരിടവകയാണ് ഇത്. ഇടവകയിലെ 10-ലധികം ആധ്യാത്മിക സംഘടനകള് ഇടവകയ്ക്ക് ജീവൻ പകർന്നുകൊടുത്തുകൊണ്ട് സജീവമാക്കിക്കൊണ്ട് വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സഹായിക്കുന്നു. ഇടവകയിലെ വിശ്വാസ ജീവിത പരിശീലന രംഗം വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നതിന്റെ ഉത്തമമായിട്ടുള്ള തെളിവാണ് അതിരൂപതയിലെ ഏറ്റവും മികച്ച സൺഡേ സ്കൂളിനുള്ള അതുപോലെ ഏറ്റവും മികച്ച മിഷൻ ലീഗ് യൂണിറ്റിനുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചത്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മാടപ്പള്ളിക്കാരോടുള്ള എന്റെ ചോദ്യത്തിന് സമയമായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇവരുടെ ഉത്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ബലിയർപ്പണം നൽകിയ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മാടപ്പള്ളിയിലെ ഇടവക സമൂഹം. അങ്ങനെയല്ലേ? എന്താ ഒരു ബലിയർപ്പണത്തിന്റെ ശക്തി? ആ നാവിൽ നിന്ന് വരുന്ന ആ ശബ്ദം സന്തോഷമല്ലേ? എല്ലാവർക്കും സന്തോഷമാണ്. ഇത്ര ഐക്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. തെക്ക് നിന്നൊരു പാപ്പ എന്ന ഈ പുസ്തകം സമ്മാനമായി നൽകുന്ന ആദ്യത്തെ ചോദ്യം, സീസറിന് നികുതി കൊടുക്കണമോ എന്ന് ഫരീസയരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി എന്താണ്? അവിടെയാണ് ഒരു കൈ ആദ്യം ഉയർന്നത്. നമുക്ക് വന്ന ആളുടെ പേര് ആദ്യം ഒന്ന് ചോദിക്കാം. പേര് പറഞ്ഞേ. എന്റെ പേര് വത്സമ്മ ചെറിയാൻ. എന്താണ് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്നുമാണ് മറുപടി പറയുന്നത്. ഉത്തരം ശരിയാണോ? എന്നാ പിന്നെ നോക്കി നിൽക്കുന്ന എന്തിനാണ്? ഒരു വെടിക്കെട്ട് കൈയ്യടി കൊടുത്തേ. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാറുണ്ടാ? കൊടുക്കണം. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ജീവചരിത്രവും ഗുഡ്നസ് ചാരിഷ്മേറ്റിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന രണ്ടാമത്തെ ചോദ്യം ഞാൻ ചേട്ടന്മാരോടാണ് ചോദിക്കാൻ പോകുന്നത്. ചോദിക്കട്ടെ? ചോദിക്കാം എന്ന് പറയുമ്പോ ഒരു കുഞ്ഞുവാവേനാണ് ഞാൻ ആദ്യം കാണുന്നത്. വാവ പേര് പറയുമോ? ഇല്ല അല്ലേ? പറയാറായില്ല. പറഞ്ഞോളൂ. ജോയൽ. ജോയലിന് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ എല്ലാ മാധ്യസ്ഥവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും ഉണ്ടാകട്ടെ. ചോദ്യത്തിന് റെഡിയാണോ? ഇപ്പോ നല്ല ശക്തിയുണ്ട്. ചോദ്യം ഇതാണ്, നിയമത്തിലെ അതിപ്രധാന കൽപ്പന എന്താണ്? നിയമത്തിലെ അതിപ്രധാന കൽപ്പന എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ ആദ്യം കൈ ഉയർത്തിയത് ചേട്ടനാണ്. പേരെന്ന് പറഞ്ഞേ? ഇമ്മാനുവൽ. എന്താണ് ഇമ്മാനുവേലായിട്ട് ഉത്തരം? എല്ലാത്തിനും വലുതായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. ഒപ്പം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. വളരെ കൃത്യമായ ഉത്തരമാണ്. ഇമ്മാനുവേൽ ചേട്ടന് കയ്യടിയില്ലേ? വിശുദ്ധ 10ാം പീയൂസിന്റെ ജീവചരിത്രം സമ്മാനമായി നൽകുന്ന മൂന്നാമത്തെ ചോദ്യത്തിന് റെഡിയാണോ? അതെ. ഇവര് തയ്യാറാണ്. അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. മാടപ്പള്ളിക്കാരെ എന്നെ തോപ്പിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ആദ്യം കൈ ഉയർത്തിയത് ഇവിടെയല്ല, കയ്യിൽ കൊന്തയുമായി നിൽക്കുന്ന ഈ ചേച്ചിയ.
കടന്നു വരൂ, ഇങ്ങോട്ട് വരൂ. എന്താണ് ചോദ്യത്തിന്റെ ഉത്തരം? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. പത്താം ദിവസത്തിന്റെ ജീവചരിത്രം വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു. സ്വർഗമാകുന്നു. ഈശോ മിശിഹ എന്റെ രക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവ് എന്നെ നിരന്തരം വഴി നടത്തുന്നു. എനിക്കുള്ളതെല്ലാം ദൈവം തന്നിട്ടുള്ളതാകുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാനെന്നും ദൈവനന്മകൾ പാടി സ്തുതിക്കും. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് മതബോധനത്തിന്റെ എച്ചമായിട്ടുള്ള സാബു ജോർജ് പാറടയിൽ എന്റെ കൂടെയുണ്ട്. ഈ സൺഡേ സ്കൂളിൽ 500-ൽ പരം കുട്ടികളും 30 അധ്യാപകരും അടങ്ങുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ചീരമേലി അച്ഛന്റെ നേതൃത്വത്തിൽ ശക്തമായ ദൈവത്തിന്റെ കരങ്ങളാൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തന്നെ മിഷൻ ലീഗിന്റെ മികച്ച യൂണിറ്റും കുറുമനാടൻ ഫൊറോനായിലെ ബെസ്റ്റ് യൂണിറ്റുമുള്ള അവാർഡുകൾ വാങ്ങി ഈ വർഷത്തെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് 1 ഇയർ 1 ഹോം എന്നുള്ള പരിപാടിയിൽ ആദ്യത്തെ സൺഡേ കളക്ഷൻ തന്നെ ഏതാണ്ട് 3500-ൽ പരം രൂപ ഞങ്ങൾ നേടുകയുണ്ടായി. +1 പഠിക്കുന്ന ഡിങ്കിളാണ് എന്റെ കൂടെയുള്ളത്. ദേവാലയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ കുറിച്ചിട്ടുള്ള ഒരു സന്ദേശം കുട്ടികൾക്ക് നൽകാൻ പോകുന്നു. 3-ാം സഹസ്രാന്തം ആരംഭിക്കുമ്പോൾ സുവിശേഷ പ്രഘോഷത്തിലെ പുതുപുത്തൻ പ്രതീക്ഷയായി ഉദയം ചെയ്തവളായിരുന്നു ലിസുവിലെ കൊച്ചുറാണി. അവളുടെ സന്ദേശം ലളിതവും സുതാര്യവും സുവിശേഷത്തിൽ അധിഷ്ഠിതവുമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയല്ല, പിന്നെയോ ആത്മാവിന്റെ അസ്വസ്ഥതയാണ് ആധുനിക മനുഷ്യനെ വലയം ചെയ്തിരിക്കുന്ന മുഖ്യ പ്രശ്നമെന്ന് കൊച്ചുറാണി ഉറച്ച് വിശ്വസിച്ചിരുന്നു. സഭാവാർത്തകൾ അറിയിക്കുവാൻ നിർമ്മലും ടോണിയും എത്തിയിട്ടുണ്ട്. നമസ്കാരം. ചെറുപുഷ്പം ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രധാന വാർത്തകൾ. മാടപ്പള്ളി ചെറുപുഷ്പ ദേവാലയം പ്ലാറ്റിനം ജൂബിലി നിറവിൽ. ഏലങ്കുന്നിന്റെ മുകളിൽ തിലകക്കുറിയായി ശോഭിക്കുന്ന ചെറുപുഷ്പ ദേവാലയം സ്ഥാപിതമായിട്ട് മഹത്തായ 75 വർഷങ്ങൾ പൂർത്തിയാകുന്നു. പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി പണിത മനോഹരമായ പാസ്റ്റർ സെന്ററിന്റെ ആശീർവാദവും ഉദ്ഘാടനവും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യമാർ ജോസഫ് പെരുന്നോട്ടം നിർവഹിച്ചു. കത്തോലിക്ക സ്കൂളുകളിൽ മൂല്യബോധന ക്ലാസുകൾ ആവശ്യം. കത്തോലിക്ക സ്കൂളുകളിൽ മൂല്യബോധന ക്ലാസുകൾ നൽകുന്നതിനായി KCBC ഇംഗ്ലീഷിലും മലയാളത്തിലും പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നു. ഇതിനായി KCBC വിദ്യാഭ്യാസ കമ്മീഷനെ മെത്രാൻ സമിതി ചുമതലപ്പെടുത്തി. ഗുഡ്നസ് ആരിസ്മീറ്റിന്റെ പ്രേക്ഷകർക്കറിയാം, അതാത് ദേവാലയങ്ങളിൽ നിന്ന് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയെ, ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ ഗുഡ്നസ് സ്റ്റാറായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. മാടപ്പള്ളി ദേവാലയത്തിലും ഒരു ഗുഡ്നസ് സ്റ്റാർ ഉണ്ട് ഈ കൂട്ടത്തിൽ. അതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ സാബു ജോർജ് സാറിന് അറിയാമെന്നാണ് സാറിന്റെ മുഖത്ത് ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നോക്കാം. നിർമ്മൽ ജോസ് കുഴപ്പക്കളം. നിർമ്മൽ ഇവിടെ ഉണ്ടോ? നിർമ്മൽ കടന്നു വരും. നമുക്ക് നിർമ്മലിന്റെ മാതാപിതാക്കളെ പരിചയപ്പെടാം. അച്ചാച്ചന്റെ പേര് ജോസ് KT, അമ്മയുടെ പേര് അന്നമ്മ മാത്യു. നിർമ്മലിന് ഗുഡ്നസ് ടിവിയുടെ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിന്റെ വലിയ ബഹുമാനപ്പെട്ട വികാരി ജേക്കബ് ചീരമേലി അച്ഛനെ വളരെ സ്നേഹത്തോടെ മദ്ബോഹയുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തത് നിങ്ങളോടുള്ള എന്റെ ചോദ്യമാണ്. റെഡിയാണോ? ഹെറോദോസിന്റെ പിൻഗാമിയായി യൂദയ ഭരിച്ചിരുന്ന രാജ്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവിടെ വെള്ള ഷർട്ടിട്ട് ഒരു മിടുക്കൻ കൈ ഉയർത്തുന്നുണ്ട്. എഴുന്നേറ്റ് വരും. നമുക്ക് ആദ്യം പേരെന്ന് ചോദിക്കാം. എന്റെ പേര് ജോയൽ ആന്റണി. എന്താണ് ജോയല് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം? അർക്കലാവൂസ്. ആ ഉത്തരം ശരിയാണോ? എന്നാ ഒരു വെടിക്കെട്ട് കയ്യടി കൊടുക്ക്. ജോയലിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പാസ്റ്ററൽ അസിസ്റ്റന്റായ സാജൻ പ്രാക്കുഴിയച്ചനെ വളരെ സ്നേഹത്തോടെ മദ്ബഹയുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികളോടുള്ള എന്റെ ചോദ്യവും അതിനുള്ള ഉത്തരവും ലഭിച്ചു. അടുത്തത് ഒരു ചോദ്യവും ഒരു ഉത്തരവും ബാക്കി. അത് മതബോധന അധ്യാപകർക്കുള്ളതാണ്. അവരുടെ ഉത്തരം എന്തായിരിക്കും നമുക്ക് നോക്കാം. നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കാം എന്നാണ് വളരെ ആവേശത്തോടെ ഇവർ പറയുന്നത്. എന്റെ ചോദ്യം ഇതാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ലൗദാത്തോ സി, നിനക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന ചാക്രിക ലേഖനത്തിന് എത്ര അധ്യായങ്ങളാണുള്ളത്? ഇവിടെ ഒരു സാറ് കൈ ഉയർത്തുന്നുണ്ട്. സാർ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. 6 അധ്യായങ്ങൾ. 6 അധ്യായങ്ങൾ എന്ന് പറയുന്ന സാറിന്റെ പേരെന്ന് പറഞ്ഞ് സി ജെ മാത്യു സാറ് പറയുന്നു ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിന് 6 അധ്യായങ്ങളാണുള്ളതെന്ന്. അത് ശരിയാണ് എന്നാണ് കുട്ടികളിൽ നിന്നും ആർപ്പുവിളികൾ ഉണ്ടാകുന്നത്. ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തെക്കുറിച്ച് ഇവിടുത്തെ കുഞ്ഞുമക്കൾക്ക് വരെ തിരിച്ചറിയാം എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു കാര്യമാണ്. നമുക്ക് സാറിന് ഒരു കയ്യടി കൊടുക്കാം. ഗുഡ്നസ് സാരി സ്റ്റേറ്റിന്റെ സർട്ടിഫിക്കറ്റും ദയാമയനായ ഡാമിയൻ എന്ന പുസ്തകവും വളരെ സ്നേഹത്തോടെ ഞാൻ സാറിനെ കൈമാറുന്നു. ദേവാലയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ എല്ലാ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വഴിത്താരകളെ പൌരോഹിത്യ മേഖലയിലും സന്യസ്ത മേഖലയിലും അൽമായ മേഖലയിലും വഴിനടത്തട്ടെ. കുട്ടസാരി ഷ്മീറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്നത്? സംഘടനയുടെ ആളുകളാണോ? ഏത് സംഘടനയാണ്? പിതൃവേദിയും മാതൃവേദിയും ആണ് കൂടെ നിൽക്കുന്നത്. മാതൃജ്യോതി സാർ, അപ്പോ പിതൃവേദിയെ കുറിച്ച് 2 വാക്ക്. എല്ലാ വാർഡുകളിലും ഞങ്ങൾ നസറത്ത് മീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ കൂട്ടായ പ്രാർത്ഥന, അതുപോലെ തന്നെ നല്ല ക്ലാസുകള്, പിന്നെ ഈ ക്വിസ് മത്സരങ്ങള്, പിന്നെ വിവാഹിതരായവരുടെ വാർഷിക ആഘോഷങ്ങൾ നടത്തും. പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ ദമ്പതികളുടെ സംഗമം നടത്തുന്നു. പ്രായമായവർക്ക് സുവർണ സംഗമം എന്ന് പറഞ്ഞ് നടത്തുക. വിധവകളായ ആൾക്കാർക്ക് വിധവ സംഗമം നടത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ രോഗികളായവരുടെ വീടുകളിൽ സന്ദർശിച്ച് അവരെ വേണ്ടി പ്രാർത്ഥിക്കുക. പിതൃവേദി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. മാതൃജ്യോതി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? 150 ആൾക്കാരോളം മെമ്പർഷിപ്പ് എടുക്കുകയും അതിലെ 24 പേരോളം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇടവക വികാരിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ആൾക്കാരെ എല്ലാം സജീവമാക്കുകയും അവരുടെ കൂടെ പ്രവർത്തിച്ച് ഇടവകയ്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങളെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വികാരിയച്ഛൻ മാസത്തിലൊരിക്കൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും രോഗി സന്ദർശനം, വിവാഹ ധനസഹായം, വിവാഹ പോലുള്ള ചടങ്ങുകളിൽ മാതൃജ്യോതി സംഘങ്ങൾ തന്നെ വന്ന് സ്വത്രക്കാഴ്ച പിരിച്ചെടുത്ത് അങ്ങനെയുള്ള ഫണ്ടാണ് വിവാഹ ധനസഹായമായിട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും ഗുഡ്നസ് സാരീസ് മീറ്റിന്റെ ആശംസകൾ. ഇത് ഏത് സംഘടനയാണ്? വിൻസെന്റ് പോൾ സൊസൈറ്റി. എല്ലാവരും വിൻസെന്റ് പോൾ ആണോ? AKCC വിൻസെന്റ് പോളും ഉണ്ട്. അപ്പൊ വിൻസെന്റ് പോളിനെ കുറിച്ച് ആര് പറയും? അപ്പോ 2 വാക്ക് പറഞ്ഞു. 1951 ഈ പള്ളിയുടെ ആദ്യത്തെ സംഘടനയായിട്ട് രൂപീകരിച്ചതാണ് വിൻസെന്റ് പോൾ സൊസൈറ്റി. ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഞങ്ങൾ സംഘടിക്കുകയും ഡെയിലി കളക്ഷൻ എടുക്കുകയും അത് പാവങ്ങൾക്കായി കൊടുക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ 7 വീടുകൾ ദത്തെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്.
അങ്ങനെയുള്ള സേവനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പിന്നെ വീടുകളിൽ രോഗികളെ ചെന്ന് സന്ദർശിക്കുക, ഹോസ്പിറ്റലുകളിൽ ചെന്ന് സന്ദർശിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. AKCCയെ കുറിച്ചിട്ട് ആരാണ് രണ്ടു വാക്ക് പറയുന്നത്? ഇവിടെയാണ്. എന്താണ് പ്രവർത്തനങ്ങൾ? സഭ നേരിടേണ്ടി വരുന്ന സാമുദായിക രാഷ്ട്രീയ രംഗത്തുള്ള വെല്ലുവിളികൾക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സഭയുടെ ശബ്ദം പൊതുജന മധ്യത്തിൽ ഉയർത്തിക്കാട്ടുന്ന ശക്തമായ പ്രസ്ഥാനമാണ് AKCC. മറ്റ് എന്തൊക്കെ കാര്യങ്ങളിലാണ് AKCC സജീവമായിട്ട് ഇടപെടുന്നത്? കാർഷിക മേഖലയിലുള്ള സഭയിലെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ, മറ്റ് പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റ് സഭാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനകത്തെല്ലാം നമ്മൾ ഏറ്റവും ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് AKCC. അനീതിക്കെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും AKCCയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ. ഒപ്പം അശരണർക്ക്, നിർധനർക്ക് സഹായം ചെയ്യുവാനായിട്ട് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും കഴിയട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ എല്ലാ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഒരുപാട് സന്തോഷത്തിലാണല്ലോ എല്ലാവരും. ഏതൊക്കെ സംഘടനകളാണ് ഇവിടെ ഉള്ളത്? KLM, SFO. ആരാണ് സംഘടനയെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ പോകുന്നത്? രണ്ടു വാക്ക് സംഘടനയെ കുറിച്ച് പറയും. ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജപമാല ചൊല്ലി ഈ ഇടവജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് അതിന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിന്റെ ബൈമാസ വണക്കം ഞങ്ങൾ ആചരിക്കാറുണ്ട്. ആഘോഷമായിട്ട് 31-ാം തീയതി പള്ളിയിലെ വളരെ ആഘോഷമായിട്ട് ഇടവജനങ്ങൾക്ക് മുഴുവൻ പായസം നിറച്ചു കൊടുത്ത് നടത്തുന്നുണ്ട്. KLM-നെ കുറിച്ച് ആര് സംസാരിക്കും? സാമ്പത്തികമായി സ്വയാശ്രയശീലം വളർത്തുക, അതുപോലെ തന്നെ മറ്റ് ചൂഷണങ്ങളിൽ നിന്നും, സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്നും നമ്മുടെ ഇടവകയിലെ തൊഴിലാളികളെ രക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇടവകയിൽ പ്രവർത്തിക്കുന്നത്. ഇടവകയുടെ പൊതുവായ പ്രവർത്തനങ്ങളിൽ എല്ലാം സജീവമായ പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ സംഘടന പ്രവർത്തിച്ചു പോരുന്നു. മാടപ്പള്ളിയിലെ കുടുംബ കൂട്ടായ്മയുടെ ലീഡേഴ്സാണ് എന്റെ കൂടെയുള്ളത്. പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഏകദേശം 50 അംഗങ്ങൾ കൂട്ടായ്മ ലീഡർമാരായിട്ടുണ്ട്. ഇടവകയ്ക്ക് 790 അംഗങ്ങളുണ്ട്. കൂട്ടായ്മകളെ തിരിച്ചിട്ട് എല്ലാ മാസവും കൂട്ടായ്മകൾ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഇടവകയുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് കുടുംബ കൂട്ടായ്മയുടെ സഹായമാണ് ലഭിക്കുന്നത്. പള്ളിയുടെ നിർമ്മാണം, അതുപോലെ പരീക്ഷകളുടെ നിർമ്മാണം, നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള ഫണ്ട് ശേഖരിക്കപ്പെടുന്നതും കുടുംബ കൂട്ടായ്മകളിലൂടെയാണ്. ഇതിലൂടെ ഏതാണ്ട് 32ഓളം വീടുകളെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടവകയുടെ ശബ്ദമായിട്ട് മാറുവാൻ കുടുംബ കൂട്ടായ്മകൾക്ക് കഴിയട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. വളരെ ആവേശത്തോടെ ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വന്നിട്ടുള്ളത് പാരിഷ് കൌൺസിലിന്റെ അംഗങ്ങളാണ്. ഇടവകയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന പാരിഷ് കൌൺസിലിൽ 36 അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാ മാസവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ അധ്യക്ഷതയിൽ കൌൺസിൽ അംഗങ്ങൾ സമ്മേളിക്കുകയും ഇടവകയുടെ ആധ്യാത്മികവും ഭൌതികമായ പുരോഗതിക്ക് ആവശ്യമായ തീരുമാനങ്ങൾ സ്വീകരിക്കുകയും അവ നടപ്പിലാക്കുന്നതിനു വേണ്ടി എല്ലാ അംഗങ്ങളും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ഇടവകയ്ക്ക് നേട്ടമുണ്ടാക്കാൻ പാരിഷ് കൌൺസിലിന് കഴിയട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. മാടപ്പള്ളിയിലെ യുവജന ശക്തിയാണ് എന്റെ കൂടെയുള്ളത്. യുവദീപ്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. യുവജനങ്ങളുടെ ധാർമ്മികവും ആത്മീയവും സാമൂഹികപരമായുള്ള പ്രവർത്തനങ്ങളിൽ ഒത്തിരി കർമ്മ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുകയും അതിലൂടെ അവരുടെ വ്യക്തിപരമായി സാമൂഹികപരമായുള്ള കഴിവുകൾ ഉത്തേജിപ്പിക്കുകയും അങ്ങനെ അവരെ സമൂഹത്തിനും കുടുംബത്തിനും എല്ലാവരെയും നല്ലവരായി വളർത്തുവാനും ഞങ്ങൾ യുവദീപ്തിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. സഭയ്ക്കെതിരെ വരുന്ന വെല്ലുവിളികൾ സധീരമായി അവയെ നേരിടുവാനും അങ്ങനെ ക്രിസ്തീയ യുവജനങ്ങളെ കൂടുതൽ ഒന്നിച്ചു നിർത്തുവാനും ഞങ്ങൾ യുവദീപ്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീസസ് യൂത്തിന്റെ ഒരു പ്രാർത്ഥനാ സെല്ല് യുവദീപ്തിയുടെ കീഴിൽ ഞങ്ങൾ ഇവിടെ തുടങ്ങുകയുണ്ടായി. അതിലൂടെ യുവജനങ്ങളെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ദേവാലയ മധ്യസ്ഥയായ വിശുദ്ധ ചെറുപുഷ്പം നിങ്ങൾക്ക് വഴിതെളിക്കട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ദേവാലയത്തിലെ വളരെ പ്രധാനപ്പെട്ട 5 പേരാണ് എന്റെ കൂടെയുള്ളത്. അപ്പച്ചൻകുട്ടി, കണക്കൻ, ബാബു, കപ്പേര്, ജോസുകുട്ടി, വിജി, മാത്തുക്കുട്ടി. ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുവാൻ നിങ്ങൾക്കാവട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും. ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അപ്പസ്തോലിക് കാർമലേറ്റ് സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സാണ് കൂടെയുള്ളത്. 2 വാക്ക് ഇവരിൽ നിന്ന് നമുക്ക് കേൾക്കാം. റവറന്റ് ഫാദർ തോമസ് ചവരിയാർകുഴി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങളുടെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാകാനിടയായത്. പള്ളിയിലുണ്ടായിരുന്നൊരു വിദ്യാലയം ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ നടത്തുകയാണ്. 7ാം ക്ലാസ് വരെ എത്തിയിട്ടുണ്ട്. അവർക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുവാൻ സിസ്റ്റേഴ്സ് ശ്രമിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയായ ഈ പള്ളിയിലെ എല്ലാവിധ ആത്മീയ കാര്യങ്ങളിലും സേവനം ചെയ്യുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ
നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് വഴിതെളിക്കട്ടെ, മാധ്യസ്ഥമാവട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ആശംസ. ടീച്ചറെ ഒന്ന് ചോദിച്ചോട്ടെ, എന്താണിത്? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നല്ല ചെറിയ പാട്ടുകളിലൂടെ അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. ഇതിന്റെ പിന്നിലുള്ള പിള്ളേരെല്ലാം വളരെ സന്തോഷമായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. വളരെ സന്തോഷമായിട്ട് അവർ കഥകളൊക്കെ കേൾക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്നുണ്ട്. തിരുബാല സഖ്യം എന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ പേര്, അല്ലേ സാർ? തിരുബാല സഖ്യം. ഓക്കെ. ഏതായാലും കുഞ്ഞു കുട്ടികളെ ആത്മീയതയുടെ നല്ല വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ മാടപ്പള്ളിയിലെ ഇടവക സമൂഹവും വികാരിയച്ഛനും ചേർന്ന് നടത്തുന്ന ഈ ഉദ്യമം ഏറ്റവും മഹത്തായ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് മാടപ്പള്ളി ദേവാലയത്തിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ തിരുബാല സഖ്യത്തിന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും വികാരിയച്ഛനും പ്രത്യേകിച്ച് ടീച്ചർക്കും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. മാടപ്പള്ളി ചെറുപുഷ്പദേവാലയം, നീലം കുന്നിൻ മുകളിൽ ഒരു ദേവാലയം, ചെറുപുഷ്പദേവാലയം, മാടപ്പള്ളി ചെറുപുഷ്പദേവാലയം. തോമാശ്ലീഹ വിശ്വാസത്തിൽ വിത്ത് വിതച്ചൊരു സഭയാം കൃഷിഭൂമി. തോമാശ്ലീഹ വിശ്വാസത്തിൽ വിത്ത് വിതച്ചൊരു സഭയാം കൃഷിഭൂമി. നീലം കുന്നിൻ മുകളിൽ ഒരു ദേവാലയം, ചെറുപുഷ്പദേവാലയം, മാടപ്പള്ളി ചെറുപുഷ്പദേവാലയം. വളരാ ഒരു സഭയാ ഈശോ മിശിഹാതൻ തിരുസഭയായി. പകരാ തിരുവചനം അനുദിന ജീവിത വഴിയും കൃപയാലേ. നീലം കുന്നിൻ മുകളിൽ ഒരു ദേവാലയം, ചെറുപുഷ്പദേവാലയം, മാടപ്പള്ളി ചെറുപുഷ്പദേവാലയം. ഓരോ ഇടവക കാഴ്ചകളും പുതിയ അനുഭവങ്ങളും വിശേഷങ്ങളുമാണ് എനിക്കും ഓരോ പ്രേക്ഷകരും സമ്മാനിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ഇന്നത്തെ കാഴ്ചകളും സംഘടനാ പ്രവർത്തനങ്ങളും വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതകളുമല്ല ഓരോ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ ദേവാലയത്തിന്റെ ചെറിയ ബഹുമാനപ്പെട്ട വികാരി ജേക്കബ് ചീരമേലിലച്ഛന് ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ഈ മൊമെന്റോ വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു. ലോകമെങ്ങുമുള്ള വിശ്വാസ സമൂഹത്തിന്, പ്രത്യേകിച്ച് ക്രൈസ്തവ മക്കൾക്ക് ആധ്യാത്മിക ജീവിതത്തിലെ പുതിയ ഒരു ദിശാബോധം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഗുഡ്നസ് ടിവിക്ക്, ഗുഡ്നസ് പാരിഷ് മീറ്റിന് മാടപ്പള്ളി ചെറുപുഷ്പ ദേവാലയത്തിലെ എല്ലാ വിശ്വാസികളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിറഞ്ഞ ആശംസകളെ സ്നേഹപൂർവ്വം നേരുന്നു. ചെറുപുഷ്പദേവാലയം, മാടപ്പള്ളി ചെറുപുഷ്പദേവാലയം. നീലം കുന്നിൻ മുകളിൽ ഒരു ദേവാലയം, ചെറുപുഷ്പദേവാലയം, മാടപ്പള്ളി ചെറുപുഷ്പദേവാലയം.